നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് തുലാഭാരത്തിനെ കുറിച്ചുള്ള കഥയാണ്. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് കാണാൻ കഴിയുന്ന വഴിപാടുകളിൽ ഒന്നാണ് തുലാഭാരം ചെയ്യുക എന്ന്. അതിന്റെ പിന്നില് വളരെ രസകരമായ ഒരു കഥയുണ്ട്. അതായത് ഭഗവാന്റെ ചെറിയ കുസൃതിയൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കഥയുണ്ട്. അപ്പൊ ആ കഥയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കഥ ഭഗവാന്റെ രണ്ട് ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ്. അതായത് രുക്മിണി സത്യഭാമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ്. അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഭഗവാന്റെ അഷ്ടഭാര്യമാരിൽ ഒരാളാണ് സത്യഭാമ. അപ്പോൾ സത്യഭാമ എന്ന സ്ത്രീക്ക് ഭയങ്കര അധികം സവിശേഷതകളൊക്കെ ഉണ്ട്. ഭൂമി ദേവിയുടെ അവതാരമാണ്. മാത്രമല്ല എല്ലാ ആയോധന കലകളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് സത്യഭാമ. അതിനോടൊപ്പം തന്നെ സത്യഭാമയ്ക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അഹംഭാവം, അഹംബോധം അത് ഒരുപാട് അധികം ഉണ്ട് സത്യഭാമയ്ക്ക്. താൻ ഭയങ്കര സൗന്ദര്യവതിയാണ്, താൻ ഭയങ്കര സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഭഗവാന്റെ മറ്റു ഭാര്യമാരെക്കാൾ കൂടുതൽ സൗന്ദര്യവും സമ്പത്തും ഉള്ളത് തനിക്കാണ് എന്നുള്ള രീതിയിലുള്ള ഈഗോ, പ്രൈഡ് ഒക്കെ കൂടുതലായിട്ടുള്ള ആളാണ് സത്യഭാമ. പറയാൻ ഭഗവാന്റെ ഭാര്യയാണ്, പക്ഷെ എങ്കിൽ പോലും സത്യഭാമയ്ക്ക് ഇങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല വളരെയധികം എന്താ പറയാ അഹങ്കാരത്തിന് ഉടമയാണ്. വലിയൊരു ഞാൻ എന്ന ഭാവം ഒരുപാട് അധികമായിട്ട് ഉണ്ട് സത്യഭാമയ്ക്ക്. മാത്രമല്ല സത്യഭാമയുടെ ഒരു ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ സത്യഭാമയെ മാത്രം പ്രണയിക്കണം. ഭഗവാന്റെ പ്രേമം ഒറ്റ ഒരാൾക്ക് മാത്രമായിട്ട് ലഭിക്കണം. ഭഗവാന്റെ മുന്നിൽ ഏറ്റവും വലിയൊരു സ്ഥാനം ലഭിക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികൾക്കൊക്കെ ഉടമയാണ് സത്യഭാമ. സത്യഭാമയുടെ പിതാവായ സത്രാജിത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന് സത്യഭാമയെ കന്യാദാനം ചെയ്ത് കൊടുത്തതാണ്. അത് സെമന്തകമണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥയിലുണ്ട്. അതായത് സത്രാജിത്ത് ഭഗവാന് സെമന്തകമണി ദാനമായി കൊടുക്കുമ്പോൾ ഭഗവാൻ പറയും എനിക്ക് വേണ്ട, സെമന്തകമണി എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും പകരം അദ്ദേഹത്തിന്റെ മകളെയെങ്കിലും ദാനമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് കന്യാദാനം ചെയ്ത് കൊടുക്കുകയാണ് ഭഗവാന്. അപ്പോ അങ്ങനെയാണ് സത്യഭാമ ഭഗവാന്റെ ഭാര്യ ആവുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയാ വളരെയധികം ധനികനായ ഒരാളുടെ പുത്രിയായ കാരണം കൊണ്ട് തന്നെ വളരെയധികം അഹങ്കാരവും എല്ലാം ഉണ്ട് സത്യഭാമയ്ക്ക്. പക്ഷെ ഇവിടെ രുക്മിണി ആവട്ടെ ഭഗവാന്റെ ഏറ്റവും എന്താ പറയാ വിനയാകുലയായ ഒരു ഭാര്യയാണ്. അതായത് രുക്മിണി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതായത് ഒന്നിനോടും അധികം ആസക്തിയില്ല, അഹങ്കാരമോ അഹംബോധമോ ഒന്നുമില്ല. ഭഗവാന്റെ നേരെയുള്ള എന്നും ആ പ്രേമവും ഭക്തിയും തന്നെയാണ് രുക്മിണിയുടെ ഏറ്റവും വലിയ കൈമുതല് എന്ന് പറയുന്നത്. ഭഗവാന്റെ പരമഭക്തിയായ ഭാര്യയാണ് രുക്മിണി. അപ്പോ സത്യഭാമയ്ക്ക് ഏത് സമയത്തും രുക്മിണിയോട് ഒരു രീതിയിലുള്ള ഒരു അസൂയ ഏത് കാലത്തും ഉണ്ടായിരുന്നു. കാരണം ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രുക്മിണിയാണോ എന്നുള്ളൊരു രീതിയിലുള്ള സംശയമൊക്കെ സത്യഭാമയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. സത്യഭാമയ്ക്ക് എപ്പോഴും ഭഗവാന്റെ സ്നേഹം സത്യഭാമയ്ക്ക് മാത്രമായി ലഭിക്കണം. മാത്രമല്ല ഭഗവാൻ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകുന്നത് സത്യഭാമേനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ താൻ എല്ലാം തികഞ്ഞ ഒരാളാണ് എന്നുള്ളൊരു ചിന്താഗതി സത്യഭാമയുടെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സ്നേഹം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു സ്വാർത്ഥ മനോഭാവം ആ സ്ത്രീയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഭഗവാന് വേണ്ടി എന്തും ചെയ്യും. അതായത് ഭഗവാന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. അത്രയും ഒരു സ്വാർത്ഥ മനോഭാവം. അതിലെ തെറ്റ് ശരി ഒന്നും വിശകലനം ചെയ്യാതെ അതിലെ ധർമ്മ ഒന്നും വിശകലനം ചെയ്യാതെ ഏതറ്റം വരെയും പോകുന്ന ഒരു സ്വഭാവ രീതിയുള്ള ഒരു സ്ത്രീയായിരുന്നു സത്യഭാമ. ഭഗവാൻ കൃഷ്ണൻ നരകാസുരനുമായിട്ടുള്ള യുദ്ധത്തിന് പോകുന്ന സമയത്ത് സത്യഭാമ കൂടെ പോകുന്നുണ്ട്. അതായത് ഭൂമി ദേവിയുടെ അവതാരമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നരകാസുരനെ വധിക്കാൻ പാടുകയുള്ളൂ എന്ന് അദ്ദേഹം അങ്ങനെ ഒരു വരം വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല സ്വന്തം അമ്മയ്ക്ക് മാത്രമേ തന്നെ വധിക്കാൻ പാടുള്ളൂ. സ്വന്തം അമ്മയാണ് ഭൂമി ദേവി, നരകാസുരന്റെ അമ്മയാണ് ഭൂമി ദേവി. അപ്പൊ അവർക്ക് മാത്രമേ വധിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു വരം നരകാസുരൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നരകാസുരന്റെ അമ്മയായ ഭൂമി ദേവിയുടെ മറ്റൊരു അവതാരമാണ് സത്യഭാമ എന്ന് പറയുന്നത്. അപ്പോ ഭഗവാൻ നരകാസുരനുമായിട്ടുള്ള യുദ്ധത്തിന് പോകുന്ന സമയത്ത് സത്യഭാമ ദേവിയെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഭഗവാൻ മോഹാലസ്യപ്പെട്ട് കടന്ന സമയത്ത് നരകാസുരനുമായിട്ട് യുദ്ധം ചെയ്ത് നരകാസുരനെ വധിച്ച് വിജയം നേടിയ ഒരാളായിരുന്നു സത്യഭാമ. അന്നൊക്കെ വളരെയധികം അഹങ്കാരത്തോടു കൂടി തന്നെയായിരുന്നു. പക്ഷെ എന്നും വീട്ടിൽ അടങ്ങിക്കൂടി ജീവിക്കുന്ന രുക്മിണിയോട് ഒരു രീതിയിലുള്ള ഒരു ദേഷ്യവും ഒക്കെ സത്യഭാമ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. കാരണം ഭഗവാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം രുക്മിണിയെയാണ് എന്നൊരു ചിന്താഗതി സത്യഭാമയുടെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു. രുക്മിണിയോട് ഒരു തരത്തിലുള്ള ദേഷ്യവും മാത്രമല്ല ഒരു അസൂയയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുമായിരുന്നു സത്യഭാമ. ഒരു തരത്തിലുള്ള ഒരു ജലസി ഉണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഭഗവാൻ
ഭഗവാന് സത്യഭാമയെ കുറിച്ച് ആലോചിച്ച് എന്നും ഒരു രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടായിരുന്നു. കാരണം ഇത്രയധികം സ്വാർത്ഥ മനോഭാവം, ഇത്രയും അധികം അഹങ്കാരം, ചില പിടിവാശികൾ, ദുർവാശി, ഇതൊക്കെ കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ മനസ്സിൽ സത്യഭാമാദേവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചില വിഷമതകൾ എന്നും വന്നിരുന്നു. അപ്പോ സത്യഭാമാദേവിയുടെ ഈ ഒരു അഹങ്കാരം, ഈഗോ, പ്രൈഡ് ഒക്കെ ഒന്ന് മാറ്റിവെക്കണം, എല്ലാം ഒന്ന് ദൂരീകരിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി അന്ന് ആ ദ്വാരകയിലെ കൊട്ടാരത്തിൽ ആരാണ് വരുന്നത്? എല്ലാം അറിയുന്ന ആളാണ്, ദീർഘദർശിനിയാണ്, എല്ലാം അവിടെ കയറി ചെല്ലാനുള്ള അധികാരമുള്ള ആളാണ്. നാരദരാണ് അവിടെ എത്തുന്നത്. നാരദരെ എവിടെ ചെന്നാലും അവിടെ ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലെ, അവിടെ ഒരു കാര്യം നടത്തിയെടുക്കാനുള്ളൊരു ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ അന്ന് ആ കൊട്ടാരത്തിൽ എത്തുന്ന ആളാണ് നാരദർ അവിടെ എത്തുന്നതിനും ഒരു വലിയ ഉദ്ദേശമാണ്. ഭഗവാന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ് നാരദര്. അപ്പൊ അങ്ങനെ ഒരിക്കല് നാരദര് ദ്വാരകയിൽ എത്തുമ്പോ നാരദരും സത്യഭാമാദേവിയുമായിട്ട് ഒരു സംഭാഷണം ഉണ്ടാവുകയാണ്. അതായത് ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറച്ച് പാരിജാത പൂക്കള് രുക്മിണി ദേവിക്കായിട്ട് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പൊ അത് കണ്ട് ദേഷ്യവും അസൂയയും വന്ന സത്യഭാമാദേവി ഭഗവാൻ ശ്രീകൃഷ്ണനെയും കൂട്ടി ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ആ പാരിജാതത്തിന്റെ ആ മരം അടക്കെ കൊണ്ടുവന്ന് ഇവിടെ ദ്വാരകയിൽ കൊണ്ടുവന്ന് നട്ടു. പക്ഷെ ആ മരം അങ്ങനെ പൂത്ത് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി. ആ പൂക്കൾ മുഴുവൻ വീഴുന്നത് എവിടെയാണ്? രുക്മിണി ദേവിയുടെ അന്തപുരത്തിന്റെ ഉള്ളിലാണ് വീഴുന്നത്. അന്തപുരത്തിന്റെ ആ ജനാല വഴി ആ അന്തപുരത്തിന്റെ ഉള്ളിലേക്കാണ് വീഴുന്നത്. അപ്പൊ ഇത് കാണുന്ന നാരദര് സത്യഭാമാദേവിയോട് പറയാണ്, കണ്ടില്ലേ സത്യഭാമാദേവി ഭഗവാൻ രുക്മിണിക്കാണ് കൊടുത്തത് അത്രയും പൂക്കൾ. അപ്പൊ അത് കണ്ടിട്ടാണ് ഈ മരം തന്നെ കൊണ്ടുവന്ന് ഇവിടെ നട്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ പൂക്കൾ മുഴുവൻ വീഴുന്നത് എവിടെയാണ്? രുക്മിണി ദേവിയുടെ അന്തപുരത്തിൽ തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഭഗവാന് രുക്മിണി ദേവിയോട് എത്ര അധികം സ്നേഹമുണ്ട്, എത്ര അധികം പ്രേമമുണ്ട് രുക്മിണി ദേവിയോട് എന്ന്. അപ്പൊ രുക്മിണി ദേവിക്കാണ് ഭഗവാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ഥാനം ഇതിലൂടെ തന്നെ മനസ്സിലാക്കിക്കൂടെ എന്ന് നാരദൻ ആരോട് പറയുകയാണ്? സത്യഭാമാദേവിയോട് പറയണം. അപ്പൊ ഇത് കേൾക്കുന്ന സത്യഭാമാദേവിക്ക് ആകെ ദേഷ്യവും അസ്വസ്ഥതയൊക്കെ വരികയാണ്. താൻ എന്തോ ആ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ആ ഒരു കൊട്ടാരത്തിലൊക്കെ ഇങ്ങനെ തോറ്റു പോവാണ്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുന്നിൽ അങ്ങനെ തോറ്റു പോവാണ്, താൻ ആരും അല്ലാതെ ആവുകയാണ് എന്നുള്ള ചിന്താഗതികളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ചെകഞ്ഞു കയറുകയാണ് സത്യഭാമാദേവി. വീണ്ടും സത്യഭാമാദേവി നാരദരുമായിട്ട് ഇങ്ങനെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്നെ തന്നെയാണ് ഭഗവാൻ ഇഷ്ടം, കാരണം ഭഗവാൻ എവിടെ പോകുമ്പോഴും എന്നെ തന്നെയാണല്ലോ കൊണ്ടുപോകാറുള്ളത്, വേറെ ആരെയും ഇങ്ങനെ കൊണ്ടുപോകാറില്ല. യുദ്ധത്തിന് പോകുമ്പോഴടക്കം എന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. മാത്രമല്ല ഇത്രയും ഭാര്യമാരിൽ ഇത്രയും സൗന്ദര്യവതി ഞാനാണ്, ഇത്രയും സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആള് ഞാനാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താണുള്ളത്? എന്നെ തന്നെയാണ് ഭഗവാൻ ഇഷ്ടം എന്നിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാരദര് പറയേണ്ടത് അല്ല, രുക്മിണി ദേവിയുടെ അത്രയും ഒരു സ്വാത്വികമായ സ്വഭാവത്തിനെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. രുക്മിണി ദേവിയെ നോക്കൂ, ഭഗവാനോടുള്ള ഭക്തിയും പ്രേമവും മാത്രമാണ്, ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ആഡംബരത്തിനോട് ഒരു ഭ്രമോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ആ സ്വഭാവമാണ് ഭഗവാൻ ഏറെ ഇഷ്ടം. അതുകൊണ്ടല്ലേ പാരിജാതം കൊണ്ടുവന്ന രുക്മിണി, പാരിജാത പൂക്കൾ കൊണ്ടുവന്ന രുക്മിണി ദേവിക്ക് കൊണ്ടുപോയി കൊടുത്തത്, അല്ലെങ്കിൽ ആദ്യം സത്യഭാമാദേവിക്ക് തരില്ലായിരുന്നോ എന്നൊക്കെ നാരദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവിയോട്, സത്യഭാമാദേവിയോട്. അപ്പോൾ ഇത് കേൾക്കുന്ന സത്യഭാമാദേവി വീണ്ടും ഇങ്ങനെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. ഇല്ല, എന്നെ തന്നെയാണ് ഇഷ്ടം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ നാരദർ പറഞ്ഞു, ശരി പോട്ടെ, എനിക്ക് ദേവിയുടെ മാനസികാവസ്ഥ മനസ്സിലാവും, എൻ്റെ കയ്യിലൊരു മാർഗമുണ്ട്. അതായത് ഭഗവാന്റെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ദേവിക്ക് ലഭിക്കാനായിട്ട് എൻ്റെ കയ്യിൽ വലിയൊരു ഉപായമുണ്ട്. ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇഷ്ടം ദേവിക്ക് മാത്രമായിട്ട് ലഭിക്കുമെന്ന് നാരദർ സത്യഭാമാദേവിയോട് പറയുക. ഇത് കേൾക്കുന്ന സത്യഭാമാദേവിക്ക് സന്തോഷാവും. അതായത് കൃഷ്ണനെ പൂർണ്ണമായിട്ട് തനിക്ക് വേണം എന്നുള്ളൊരു ചിന്താഗതി ദേവിയുടെ മനസ്സിലുണ്ട്. ഇത് ചിന്തിക്കുമ്പോഴും ദേവിക്കറിയാം കൃഷ്ണൻ പൂർണ്ണമായിട്ടും തൻ്റേത് മാത്രമല്ല എന്നുള്ളത് നന്നായിട്ട് ദേവിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തനിക്ക് തന്നെ വേണം എന്നുള്ളൊരു രീതിയിൽ നാരദരോട് പറയും. പെട്ടെന്ന് പറയൂ, എന്താണ് ആ ഉപായം എന്ന് പെട്ടെന്ന് പറയൂ. ഭഗവാന്റെ സ്നേഹം എനിക്ക് 10 ഇരട്ടി 20 ഇരട്ടിയായിട്ട് എനിക്ക് മാത്രമായിട്ട് കിട്ടണം, ഭഗവാൻ എൻ്റേത് മാത്രമാവണം. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്താലാണ് ഭഗവാൻ എൻ്റേത് മാത്രമാവുക എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു തരും നാരദ മുനിയെന്ന് ദേവി ഇങ്ങനെ വളരെയധികം തിടുക്ക പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നാരദ മുനിയോട്. അപ്പോൾ നാരദര് ആ ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് സത്യഭാമാദേവിയോട് നാരദര് പറയണേ, ഞാൻ ഒരു കാര്യം പറയാം, ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം, ഞാൻ പറയുന്നത് പോലെ തന്നെ ഈ കാര്യം നീ ചെയ്യുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്രതമുണ്ട്, ആ വ്രതം എടുക്കണം. അതായത് വളരെ ചിട്ടയോടുകൂടി എടുക്കേണ്ട ഒരു വ്രതമാണ്. ആ വ്രതത്തിന്റെ അവസാനം എനിക്ക് ദാനമായിട്ട് ഒരു കാര്യം തരണം, എന്തെങ്കിലും ഒന്ന് തരണം. അതെങ്ങനെയാണ് ആ ദാനം തരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ കൃഷ്ണന്റെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു എനിക്ക് ദാനമായിട്ട് തരണം. അപ്പോൾ ഒരു തട്ടില് ഭഗവാനെയും വെക്കണം, അടുത്ത തട്ടില് ഭഗവാന്റെ ഭാരത്തിന് സമമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വെക്കുകയും വേണം.
അപ്പോൾ ആ ഉൽപ്പന്നം എനിക്ക് നീ ദാനമായി തരുന്നതിലൂടെ ഭഗവാനെ ഞാൻ നിങ്ങൾക്കും ദാനമായി തരും. അപ്പോൾ ഭഗവാൻ എന്നേക്കുമായി നിങ്ങളുടേത് മാത്രമാണ്. അപ്പോൾ ഇത് ഒരു വശം. പക്ഷേ ഈ ഒരു വ്രതം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടെ എടുക്കേണ്ട ഒരു വ്രതമാണ്. എങ്ങാനും ഈ വ്രതം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ എന്നേക്കുമായിട്ട് എൻ്റെ അടിമയായി മാറും. അപ്പോൾ ഭഗവാന്റെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള എന്താണോ ആ വസ്തു അത്രയും തന്നെ ആ ഒരു എമൗണ്ടിൽ വേണം. അപ്പോൾ അത് ദാനമായിട്ട് എനിക്ക് ലഭിക്കുമ്പോൾ എനിക്ക് തരുന്ന സമയത്ത് ഭഗവാനെ ഞാൻ നിങ്ങൾക്കും ദാനമായിട്ട് തരും. അപ്പോൾ ഭഗവാൻ എന്നേക്കുമായി നിങ്ങളുടെ ഇത് മാത്രമാവും. വേറെ ഒരാൾക്കും ഭഗവാന്റെ അവകാശമോ അധികാരമോ ഒന്നുമില്ല. സത്യഭാമ ദേവിക്ക് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ മേലെയുള്ള ആ ഒരു എല്ലാ അധികാരവും എന്ന് പറഞ്ഞു. മറിച്ച് ഈ ഒരു വ്രതം അല്ലെങ്കിൽ ഈ ഒരു ദാനം പരാജയപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ പിന്നെ എന്നേക്കുമായിട്ട് എൻ്റെ അടിമയായി മാറുമെന്ന് എന്നുള്ളൊരു ഈ കാര്യം നാരദ മുനി സത്യഭാമ ദേവിയെ അറിയിക്കുകയാണ്. നാരദര് വീണ്ടും സത്യഭാമ ദേവിയോട് ചോദിക്കുന്നുണ്ട്, ഭഗവാന്റെ ഭാരത്തിനനുസരിച്ച് എന്തെങ്കിലും തരാനുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്രതം എടുക്കാൻ പാടുള്ളൂ. കാരണം ഈ വ്രതം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാൻ എന്നേക്കുമായിട്ട് എൻ്റെ അടിമയായി മാറും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്രതം എടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് ഇപ്പൊ തന്നെ ഒഴിഞ്ഞോളൂ എന്നുള്ള രീതിയിൽ നാരദർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സത്യഭാമ ദേവി ആവട്ടെ ഒരു പുച്ഛത്തോടുള്ള ഒരു ചിരി കാഴ്ച വെച്ചിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളോ? ഭഗവാനെ എനിക്ക് എന്നേക്കുമായിട്ട് കിട്ടാൻ ഇത് ഞാൻ ചെയ്താൽ മതിയോ? നാരദരെ, എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ കയ്യിലുള്ള അത്രയും സ്വർണം ഈ ദ്വാരകയിലെ ഒരു സ്ത്രീകളുടെ കയ്യിലും ഇല്ല. മാത്രമല്ല ഈ ദ്വാരകയിലുള്ള എല്ലാ സ്ത്രീകളുടെ സ്വർണവും ഈ ഒരു കൊട്ടാരത്തിലെ അന്തപുരത്തിനകത്തുള്ള എല്ലാ സ്ത്രീകളുടെ സ്വർണവും കൂടി എടുത്താലടക്കം എൻ്റെ സ്വർണത്തിൻ്റെ അത്രയും വരില്ല. അത്ര ധനാഢ്യാണ് ഞാൻ. പിന്നെ ധാന്യമായിട്ടും മറ്റ് പല വസ്തുക്കളായിട്ടും എൻ്റെ കയ്യിലില്ലാത്ത ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ ഉറപ്പായിട്ടും ഈ വ്രതം എടുക്കും. ഇത്രയല്ലേ എടുക്കണ്ടു, ഇത് ഞാൻ എന്തായാലും എടുക്കും ചെയ്യും. ഭഗവാനെ എൻ്റെ സ്വന്തമാക്കി മാറ്റും, എന്നേക്കുമായിട്ട് എൻ്റെ സ്വന്തമാക്കി മാറ്റും ചെയ്യും. നിനക്ക് ഞാൻ ഭഗവാന്റെ ഭാരത്തിനനുസരിച്ച് തരാൻ പോകുന്നത് സ്വർണ്ണമാണ് എന്ന് സത്യഭാമ ദേവി നാരദർക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ആവുന്നു, സത്യഭാമ ദേവി വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ഭഗവാനെ കാലൊക്കെ തൊട്ട് വന്ദിച്ച് വ്രതം എടുക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു വ്രതം അങ്ങേക്ക് വേണ്ടി എടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങേക്ക് വേണ്ടി ഞാൻ എത്ര അധികം കാര്യങ്ങൾ ചെയ്യുന്നു, കണ്ടില്ലേ? അങ്ങേക്ക് സന്തോഷമായില്ലേ? ഞാൻ അങ്ങ് എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് കണ്ടില്ലേ? എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ ദേവി വളരെയധികം എന്താ പറയുക, കൺവിൻസിങ് ആവുന്ന രീതിയിൽ ഭഗവാന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് ഭഗവാൻ ഇങ്ങനെ നല്ല പുഞ്ചിരി തൂകി, എപ്പോഴും ഉള്ളതുപോലെ പുഞ്ചിരി തൂകി ഇതൊക്കെ കേട്ടോണ്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ ചോദിച്ചു, ഞാനിനി എന്താ ചെയ്യേണ്ടത് സത്യഭാമയെ? എനിക്ക് വളരെ സന്തോഷമായി, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ സത്യഭാമ ദേവി പറഞ്ഞു, ഒന്നും വേണ്ട ഭഗവാനെ, അങ്ങയുടെ ഭാരം എത്രയുണ്ട് എന്ന് എനിക്ക് അളക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊന്ന് സഹകരിച്ചാൽ മാത്രം മതി ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പൊ അത് അളക്കാൻ കൂടെ ഒരാളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊട്ടാരത്തിലെ രാജ്ഞിമാരാണല്ലോ, ഇഷ്ടംപോലെ പരിചാരകരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നു, ഭഗവാന്റെ ഭാരം അളന്നു. അപ്പൊ ആ ഭാരത്തിനനുസരിച്ചിട്ടുള്ള സ്വർണ്ണമൊക്കെ ദേവി തയ്യാറാക്കി എടുത്തു വെക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമായി, വ്രതം അവസാനിപ്പിക്കേണ്ട സമയമായി. കൊട്ടാരത്തിലേക്ക് ആരാണ് വരുന്നത്? നാരദൻ. ഈ എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കം ഇട്ട ആളങ്ങനെയാണ് വരുന്നത്. നാരദര് ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഈ നാരദര് കൊട്ടാരത്തിലേക്ക് വന്നു. അങ്ങനെ ഭഗവാനും സത്യഭാമ ദേവിയും നാരദരും കൂടെ ഭഗവാന്റെ ഭാരം അളത്ത് ആ സ്വർണം നാരദർക്ക് ദാനമായിട്ട് നൽകാൻ വേണ്ടി സത്യഭാമ ദേവി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. കാരണം ആ ഒരു പ്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ദേവിയുടെ മാത്രമാണ്. അങ്ങനെ തുലാസില് ഭഗവാൻ ഒരു തട്ടില് ഇരുന്നു, അടുത്ത തട്ടിലെ ദേവി ഭഗവാന്റെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള സ്വർണം, തയ്യാറാക്കി വെച്ച സ്വർണം അതിലേക്ക് വെക്കുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഭഗവാന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്ന സ്വർണം മേലേക്ക് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. പിന്നെയും സത്യഭാമ ദേവി ദേവിയുടെ കയ്യിലുള്ള കുറച്ച് സ്വർണങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെയും ഭഗവാന്റെ ആ തട്ട് ഉയരുന്നതേ ഇല്ല, ഭഗവാൻ താഴ്ന്നു തന്നെ ഇരിക്കണം. പിന്നെ ദേവി കുറേ എന്തൊക്കെയാ ദേവിയുടെ കയ്യിലുള്ള ബാക്കി സ്വർണങ്ങളും എല്ലാം വെച്ചു, കുറച്ച് ബാക്കിയുള്ളതും കൂടെ വെച്ചു. എന്നിട്ടും ഭഗവാന്റെ തട്ട് താഴ്ന്നില്ല. അങ്ങനെ ഭഗവാന്റെ തട്ട് ഉയരുന്നില്ല. അതങ്ങനെ ഭഗവാൻ താഴ്ന്നു തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ദേവിക്ക് ആകെ അസ്വസ്ഥത, എന്തായി സംഭവിക്കുന്നത്? ഞാൻ കൃത്യമായി അളന്ന് വെച്ചതാണല്ലോ, ഇതിപ്പോ എന്താ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? കുറച്ച് ചെറിയ രീതിയിലുള്ളൊരു പേടി മനസ്സിൽ വരാൻ തുടങ്ങി.
അപ്പൊ ദേവി എന്താ ചെയ്തത്, തന്റെ ദേഹത്തെ ദേവി ഇട്ടിരിക്കുന്ന ആഭരണങ്ങളൊക്കെ, വേറെ ഒന്നുമില്ല, ഇനി സ്വർണം വെക്കാൻ വേറെ ഒന്നുമില്ല, ദേവി തന്റെ ദേഹത്തുള്ള ആഭരണങ്ങളൊക്കെ ഊരി ആ ഒരു തട്ടിൽ വെക്കാൻ തുടങ്ങി. എന്നാലും തട്ടിന് യാതൊരു അനക്കവും സംഭവിക്കുന്നില്ല. ഭഗവാന്റെ തട്ട് അവിടെ താഴെ തന്നെ ഇരിക്കുകയാണ്, താഴ്ന്നു തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവിക്ക് ഇനി സ്വർണം വെക്കാൻ ഒന്നുമില്ല. കാരണം ദേവിയുടെ കയ്യിലുള്ള എല്ലാ സ്വർണവും സത്യഭാമ ദേവി വെച്ചു കഴിഞ്ഞു. ദേവി ആകെ എന്തായി, ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ആകെ പേടിയാവാൻ തുടങ്ങി. കാരണം നല്ലതാവാൻ വേണ്ടി ചെയ്തത് ദുഷ്കർമ്മമായി മാറിയോ എന്നുള്ളൊരു പേടി, ഭയം വളരെയധികം വന്നു കഴിഞ്ഞു. അങ്ങനെ ഭഗവാന്റെ വേറെ ഭാര്യമാരുടെ കയ്യിൽ നിന്നൊക്കെ സ്വർണം വാങ്ങിച്ചു. ഞാനൊരു പ്രതിസന്ധിയിലാണ്, ഞാൻ അറിയാതെ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചു പോയി, ഇപ്പൊ അത് വിപരീതമായിട്ട് എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞ് മറ്റു ഭാര്യമാരുടെ കയ്യിൽ നിന്നൊക്കെ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് ആ ഒരു തുലാസിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എവിടെയാണെന്നൊന്നും ഒന്നും അനങ്ങുന്നില്ല, ഭഗവാന്റെ തട്ട് അങ്ങോട്ട് താഴ്ന്നു തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ എന്താ ചെയ്യാ, ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഉള്ള സ്വർണ്ണമൊക്കെ ആ കൊട്ടാരത്തിലുള്ള എന്തൊക്കെ സ്വർണം കൊണ്ട് നിർമ്മിതമായ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആ ഒരു തുലാസിൽ ആ ഒരു തട്ടിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഒന്നും തന്നെ സംഭവിക്കില്ല. ഭഗവാൻ അവിടെ ഇരുന്ന ആ തട്ട് അങ്ങനെ താഴ്ന്നു തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ സത്യഭാമാദേവി ഒടുവില് തന്റെ ഈഗോയും തന്റെ എല്ലാ തരത്തിലുള്ള ജലസ്യൊക്കെ മാറ്റിവെച്ച് ഇനി ആരോടാണ് ചോദിക്കാനുള്ളത്, ഒരൊറ്റ ആളോടെ ചോദിക്കാനുള്ളൂ, രുക്മിണി ദേവിയോട്. രുക്മിണി ദേവി ഇതൊക്കെ നടക്കുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല. രുക്മിണി ദേവി തന്റെ പൂജാമുറിയിൽ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എല്ലാം രുക്മിണി ദേവിയുടെ അടുത്ത് പോവുകയാണ് സത്യഭാമാദേവി. മനസ്സിനകത്ത് താൻ തകർന്നു പോയ രീതിയിലുള്ള എല്ലാ ചിന്താഗതികളും ഉണ്ട്. പക്ഷെ വേറെ വഴിയില്ല, രുക്മിണി ദേവിയുടെ അടുത്ത് പോയി അഭയം പ്രാപിക്കുകയാണ് സത്യഭാമാദേവി. അങ്ങനെ സത്യഭാമാദേവി കാണുന്ന രുക്മിണി ദേവി വളരെയധികം സ്നേഹത്തോടു കൂടി തന്റെ അന്തഃപുരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു സത്യഭാമയെ അകത്തേക്ക് വരൂ, ഒരുപാട് നാളായാലും നീ എന്റെ അന്തഃപുരത്തിലേക്കൊക്കെ വന്നിട്ട് എന്നുള്ള രീതിയിൽ വളരെയധികം സ്നേഹത്തോടു കൂടി ഒരു സഖിയോട് സംസാരിക്കുന്നത് പോലെ വളരെ സ്നേഹത്തോടു കൂടി സത്യഭാമയോട് സംസാരിക്കണം. പക്ഷെ സത്യഭാമയുടെ മുഖത്താവട്ടെ വളരെയധികം ആശങ്കയും ഭയങ്കര സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ രുക്മിണി ചോദിച്ചു, എന്താണ് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സത്യഭാമ ദേവി നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് രുക്മിണി ദേവിയോട് പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുന്ന രുക്മിണി ദേവി ആകെ അന്തം വിട്ടു. എന്തൊരു കാര്യം സത്യഭാമയെ നീ ചെയ്തത് എന്ന് ചോദിച്ചു. ഭഗവാൻ ആരാണെന്നാണ് നീ വിചാരിച്ചത്? അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥനാണ്, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നാഥനാണ്, സൃഷ്ടാവാണ് ഭഗവാൻ. ആ ഭഗവാനെ നീ മൂല്യരുത്തിയിരിക്കുന്നത് കേവലം സ്വർണം കൊണ്ടാണോ എന്ന് ചോദിച്ചു. അതായത് ഭഗവാന്റെ ആ ഭാരത്തെ മാത്രമാണോ നീ മൂല്യമായി കണ്ടിട്ട് ഭഗവാനെ നീ വിലക്കി വാങ്ങാൻ നിൽക്കുകയാണോ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഇത് കേൾക്കുന്ന സത്യഭാമ ദേവിക്ക് അപ്പോഴാണ് താൻ ചെയ്ത തെറ്റ് എത്രയാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോ രുക്മിണി ദേവിയോട് പറഞ്ഞു സത്യഭാമ, ഇനി എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല, ഇപ്പൊ ഈ ഒരു കാര്യം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭഗവാൻ എന്നേക്കുമായി നാരദരുടെ അടിമയായി മാറും, എന്തെങ്കിലും ചെയ്ത് ഭഗവാനെ വീണ്ടെടുക്കൂ രുക്മിണി എന്ന് സത്യഭാമ ദേവി അവിടെ അപേക്ഷിച്ച് വീഴുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന രുക്മിണി ദേവി ഒട്ടും സങ്കോചപ്പെടാതെ, രുക്മിണി ദേവിക്ക് വിവേകമുള്ള ആളാണ് രുക്മിണി ദേവി, നേരെ തന്റെ പൂജാമുറിയിൽ പോയി അവിടെ ഭഗവാന്റെ രൂപത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ആ ഒരു തുളസിയുടെ ഒരു കതിരും തുളസിപ്പൂവും കുറച്ചെടുത്ത്, തുളസി ഇലയും കുറച്ചെടുത്ത് ഭഗവാന്റെ നേരെ ആ തുലാസിന്റെ അടുത്തേക്ക് പോയി ഈ സത്യഭാമ വെച്ച സ്വർണത്തിനെയൊക്കെ മാറ്റി ആ ഒരു തുളസിയുടെ ഇല അവിടെ കൊണ്ടുപോയി വെക്കണം. അതായത് ഭഗവാനെ സമർപ്പിച്ച ആ തുളസി ഇല അവിടെ ഭക്തിയോടുകൂടി രുക്മിണി ദേവിയുടെ എല്ലാ ഭക്തിയും സ്നേഹവും പ്രേമവും എല്ലാം അർപ്പിച്ച് ആ ഒരു തുളസി ആ ഒരു തുലാസില് വെക്കണം. ഉടനെ തന്നെ ഭഗവാന്റെ തട്ട് ഉയർന്ന് അടുത്ത തട്ട് താഴാനും തുടങ്ങി. അങ്ങനെ ആ ഒരു കാര്യം, ആ ഒരു പ്രക്രിയ, ആ ഒരു വ്രതം അവിടെ വിജയിച്ചത് രുക്മിണി ദേവിയാണ്. അതായത് ഇത് കാണുന്ന എല്ലാവർക്കും എന്താണ് തോന്നുന്നത്? അത്ഭുതം തോന്നുകയാണ്. അതായത് ഭഗവാൻ ഇത്രയധികം സാധനങ്ങൾ കൊണ്ട് ഇത്രയധികം സ്വർണം വെച്ചിട്ടും ഭഗവാന്റെ തട്ട് ഒരു തുള്ളി പോലും താഴ്ന്നില്ല, അവിടെ ഉയർന്നില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ രുക്മിണി ദേവിയുടെ ആ ഒരു തുളസിക്കതിർ വെച്ചപ്പോഴത്തേക്കും ഭഗവാന്റെ തട്ട് അങ്ങനെ ഉയർന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സ് നിറയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല സത്യഭാമ ദേവിക്ക് ആകെ അതിശയം തോന്നാണ്, എന്താണ് ഇത് സംഭവിച്ചത് എന്ന് തോന്നാണ്. കേവലം
കേവലം ഒരു തുളസി കതിർ വെച്ചപ്പോഴാണ് ഭഗവാന്റെ തട്ട് ഉയർന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ആകെ ഒരു വലിയൊരു അത്ഭുതം കണ്ട ഒരു രീതിയിലാണ് സത്യഭാമാദേവി അവിടെ നിൽക്കുന്നത്. അതിനുശേഷം ഭഗവാൻ എന്താണ് പറയുന്നത്? എന്നെ നീ അളക്കാൻ നിന്നത് കേവലം വസ്തുക്കൾ കൊണ്ടാണ്, അതായത് ഒരു വസ്തു വെച്ച് കേവലം വസ്തുക്കൾ കൊണ്ടാണ് നീ എന്നെ സ്വന്തമാക്കാൻ നിന്നത് എന്ന്. പക്ഷേ എൻ്റെ മുന്നിലെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഭക്തിക്കും പ്രേമത്തിനും മുന്നിൽ മാത്രമാണ്. എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ മൂല്യം അതിന് മാത്രമാണ് സത്യഭാമേ. കാരണം നീ എന്നെ വസ്തുക്കൾ കൊണ്ടാണ് വിലയിരുത്താനായിട്ട് ശ്രമിച്ചത്, പക്ഷെ എൻ്റെ മുന്നിലെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് ഭക്തിക്കാണ്. കേവലം ഈ വസ്തുക്കളാണോ വസ്തുക്കളാണോ ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്? അതിനി ഭഗവാനാവണമെന്നൊന്നുമില്ല. സാധാരണ ഒരു മനുഷ്യനായ പോലും ഒരു വസ്തുവിനെ മൂല്യം വെച്ചിട്ടാണോ ആ വ്യക്തിയെ അളക്കേണ്ടത് എന്ന് ഭഗവാൻ ചോദിക്കുകയാണ് സത്യഭാമാദേവിയോട്. രുക്മിണിയുടെ ഈ ഒരു നിഷ്കളങ്കമായ സ്നേഹം, അതായത് ദൃഢനിശ്ചയാണ്, അതായത് താൻ തൻ്റെ ആ തുളസിക്കതിറിൽ തൻ്റെ എല്ലാ ഭക്തിയും ആ തുളസിക്കതിറിൽ അർപ്പിച്ചുകൊണ്ടാണ് രുക്മിണി ദേവി ആ തുളസിക്കതിര് ആ ഒരു തുലാസിന്റെ മേലെ കൊണ്ടുപോയി സമർപ്പിച്ചത്. അപ്പൊ അതിലുണ്ട് എൻ്റെ എല്ലാ മൂല്യവും അതിലിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ തട്ട് ഉയർന്നത് എന്ന്. അപ്പോൾ ഈ ഒരു വലിയ സത്യഭാമാദേവിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭഗവാൻ അവിടെ. ദ്വാപര യുഗത്തിൽ നടന്ന ഈ ഒരു സംഭവത്തെ പ്രതിഫലിച്ചുകൊണ്ടാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലും മറ്റനേകം ക്ഷേത്രങ്ങളിലും തുലാഭാരം എന്ന വഴിപാട് പോലും നിലനിൽക്കുന്നത്. അതായത് നമ്മൾ ആ വ്യക്തിയുടെ ഭാരത്തിനനുസരിച്ച് വെക്കുന്ന ആ വസ്തുവിൽ നമ്മുടെ എല്ലാ ഭക്തിയും അതിനകത്ത് നമ്മൾ സമർപ്പിച്ച് വേണം നമ്മൾ തുലാഭാരം എന്ന വലിയൊരു വഴിപാട് നമ്മൾ നടത്താനായിട്ട്. അല്ലാതെ ഒരിക്കലും ആ വ്യക്തിയുടെ ഭാരം വെച്ച് ആ വ്യക്തിയെ നമ്മൾ വാങ്ങുക, അതല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ഭഗവാന് ആ വസ്തുവിൽ നമ്മുടെ ഭക്തി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന ഒരു രീതിയാണ് തുലാഭാരം എന്ന് പറയുന്നത്. മാത്രമല്ല, ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും കൃഷ്ണാർപ്പണമായി കർമ്മം ചെയ്യണം എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് തുലാഭാരത്തിന്റെ ഈ കഥ. ഈ നമ്മൾ വെക്കുന്ന വസ്തുവിൽ നമ്മൾ കൃഷ്ണാർപ്പണമായിട്ടായിരിക്കണം ആ വസ്തുവിനെ വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് തുലാഭാരത്തിന് ഇന്ന് ക്ഷേത്രങ്ങളിൽ വലിയൊരു പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. എല്ലാവരും വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മാത്രമല്ല, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തേക്ക് വിടാം.